നീക്കം. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം പാകിസ്ഥാനെ അടിച്ചൊരു മൂലക്കിരുത്തി. നാടകീയമായ നീക്കത്തിലൂടെ തന്നെ BLA ബലൂച്ചിൽ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ രണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി എന്നതാണ് മറ്റൊരു വസ്തുത. എത്ര ഹമാസ് മാതൃകയിലും പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ കയറി ആക്രമണം നടത്തിയാലും ഒരു കാര്യവുമില്ല. അതിന്റെ 100 ഇരട്ടി ശക്തിയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിൽ സംഹാര താണ്ഡവം ആടുകയാണ് ചെയ്തിരിക്കുന്നത്. അത്രയും അതിശക്തമായ പ്രഹരമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നതും. ഇപ്പോൾ ഒപ്പം ബലൂച്ചും രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുള്ള സമ്മർദ്ദം കൂടി ആയതോടെ തന്നെ പാക് സേന വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നതും. BLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ BLA വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നതും. BLA വിമോചന സമരം ശക്തമായ എന്നതാണ് വിവരം ലഭിക്കുന്നതും. കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ ഒരു വാഹനം BLA തടഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിച്ച ശേഷം 7 സൈനികരെയാണ് അവർ വധിച്ചത്. അതിനു മുൻപ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ 20 സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തന്നെ BLA ക്വറ്റയിൽ ആധിപത്യം സ്ഥാപിച്ചതായ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്തൽ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി പരിശ്രമിക്കുന്നുണ്ട്. BLA പോരാളികൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തി വന്നിരുന്നു. ബലൂച്ച് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ച് കൊല്ലുകയോ ആണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും കനത്ത വ്യോമാക്രമണം നടത്തി ഇന്ത്യ. പാക് ഭീകര താവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷൻ തുടർച്ചയായിരുന്നു ഇന്ത്യയുടെ പ്രഹരം. പാക് ഭീകരവാദങ്ങളെ തകർത്ത സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നതും. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുകയാണ് ചെയ്തത്. ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നതും. ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയതും. ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലാകുകയാണ് ഉണ്ടായത്. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങൾ, 50ഓളം ഡ്രോണുകൾ, 10ഓളം മിസൈലുകളും തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. 2 ചൈനീസ് നിർമ്മിത JF-17S S-16 യുദ്ധവിമാനങ്ങളാണ് തകർത്തതും. പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പാക് ആക്രമണത്തിൽ ആളപായമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തിക്ക് അടുത്തുള്ള ആക്രമണത്തെ തുടർന്നുകൊണ്ട് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുകയും ചെയ്തു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും 3 സേനാ മേധാവികളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിദേശകാര്യ മന്ത്രി S ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ഫോണിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാക് നീക്കം നടത്തിയതും. ജമ്മു കാശ്മീരിലെ സാത്വാരി, സംഭ, ആർഎസ്പുര, ആർമി എന്നിവിടങ്ങളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് തൊടുത്ത 8 മിസൈലുകളും തകർത്തു. അതുപോലെ 3 സംസ്ഥാനങ്ങളിൽ സൈറൻ മുഴങ്ങുകയും വെളിച്ചം അണയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്റർനെറ്റ്, തീവണ്ടി സർവീസ് എന്നിവ നിർത്തിവെച്ചു. 50ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.